ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നാലാമത്തെ സെഷനാണ്. ഇതിന് മുന്നേ ഉള്ള 3 സെഷൻ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു. അത് ഇവിടെ ഈ കാർഡ്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ ആ 3 വീഡിയോയുടെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അത് കാണാത്തവർ അത് കണ്ടിട്ട് ഈ സെഷൻ കാണുക. അപ്പൊ ആദ്യത്തെ സെഷനിൽ നമ്മൾ ചാർജസ് എന്താ, ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്താ, പൊളാരിറ്റി എന്താ, പിന്നെ രണ്ടാമത്തെ സെഷനിൽ ഇലക്ട്രിക് ഫീൽഡ്സിനെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡ്സിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും പിന്നെ കൂളംസ് ലോയിനെ കുറിച്ചും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പളിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനെ കുറിച്ചും പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുമാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു പോയിന്റ് ചാർജിനെ കുറിച്ച്. പോയിന്റ് ചാർജിനെ കുറിച്ച് ആദ്യത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെഷൻ കാണാത്തവർ ആദ്യത്തെ സെഷൻ പോയി കണ്ടിട്ട് വരിക. സോ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പറയുന്നതാണ്, ഒരു ചാർജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള എമൗണ്ട് ഓഫ് ചാർജ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ആ ചാർജ് ഉള്ള ഒബ്ജക്റ്റിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ സൈസ് നെഗ്ലിജിബിൾ ആവും. ഓക്കെ, സോ പോയിന്റ് ചാർജസ് ആർ ദോസ് ചാർജസ് in which the object size is negligible compared to the magnitude of charge. Okay, so ഇതിനെ നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറയും. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു പോയിന്റ് ചാർജസിന്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും ഒബ്ജക്റ്റിന്റെ സൈസും ഷേപ്പും ഒക്കെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഒരു പേനയിലാണ് ചാർജ് ഉള്ളതെന്ന് വെച്ചോളാം. സോ ഈ പേനയെ പേനയായി കൺസിഡർ ചെയ്യാതെ അതിൽ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിൽ അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ചാർജ് ഉള്ളതായി ഈ പേനയുടെ ഷേപ്പും സൈസും നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും വളരെ എളുപ്പമാവാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ സൈസും ഷേപ്പും ഒക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനൊരു പോയിന്റ് ചാർജായി അസ്യൂം ചെയ്യും. സോ അങ്ങനെ പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പം ആക്കുന്നു എന്നതാണ് അതിന്റെ പിന്നിലുള്ള ഐഡിയ. ബട്ട് പലപ്പോഴും നമ്മൾ റിയൽ ലൈഫിൽ നോക്കുമ്പോൾ ചാർജസ് ഒരിക്കലും പോയിന്റ് ചാർജ് ആവാറില്ല. ഓക്കെ, ഞാൻ ഈ പേനയിൽ കുറച്ച് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേനയിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ആയി ഈ ചാർജ് നിൽക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ചാർജ് ഇങ്ങനെ പടർന്നിരിക്കും എന്നല്ലാതെ ഒരൊറ്റ പോയിന്റിൽ ചാർജ് കൂടിയിരിക്കത്തില്ല. അപ്പൊ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. അങ്ങനെ റിയൽ ലൈഫിൽ നോക്കുമ്പോൾ ഒരിക്കലും ചാർജസ് ഒരു പോയിന്റ് ചാർജായി എക്സിസ്റ്റ് ചെയ്യത്തില്ല. പകരം ചാർജസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. That is what continuous charge distribution is all about. Okay, so continuous charge distribution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒബ്ജക്റ്റിൽ കുറച്ച് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ ഒരു പോയിന്റിൽ അല്ല ഇരിക്കുന്നത്, പകരം ആ ഒബ്ജക്റ്റിൽ മൊത്തമായി ഇങ്ങനെ പടർന്നിരിക്കും. ഈ പേനയിലാണ് ഞാൻ ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പേനയിൽ ഈ ടിപ്പിൽ മാത്രം ഇങ്ങനെ ചാർജ് കയറിയിരിക്കാതെ ഈ പേനയിൽ മൊത്തം ചാർജ് പടരും. ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് 3 രീതിയിലുള്ള കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് വൺ ഡയമെൻഷൻ. സോ ഒരൊറ്റ ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു ലൈൻ. ഓക്കെ, ഒരു ലൈനിൽ ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്യുക. സോ ഈ ലൈൻ ലെങ്ത് L ആണ്. സോ L ലെങ്ത് ഉള്ള ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു വയർ എന്ന് കൺസിഡർ ചെയ്യുക. സോ ഞാനൊരു വയർ എടുത്തു, ആ വയറിൽ കുറച്ച് ചാർജ് കൊടുത്തു, Q എമൗണ്ട് ഓഫ് ചാർജ് ഞാൻ ആ വയറിൽ കൊടുക്കുവാണ്. ഓക്കെ, സോ ഈ വയറിൽ ഈ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി നിൽക്കും. ഓക്കെ, ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പൊ ഇതിൽ ഒരു സെക്ഷൻ എടുത്ത് പോയിക്കഴിഞ്ഞാൽ ഇതൊരു സെക്ഷനാണ്, അതേപോലെ അടുത്ത ഒരു സെക്ഷൻ. ഈ സെക്ഷനിൽ എത്ര ചാർജ് ഉണ്ടോ അത്രയും ചാർജ് തന്നെ അടുത്ത സെക്ഷനിൽ കാണും. ഈക്വൽ ലെങ്ത് ആണ്. ശരിയല്ല? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ വൺ ഡയമെൻഷൻ അല്ലെങ്കിൽ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സോ ദിസ് ഇസ് കോൾഡ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ അവിടെ ഉള്ള Q എന്ന് പറയുന്നത് ഈ ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ ആ ഓരോ ലെങ്ത്തിലും ലാംഡ എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ലെറ്റ്സ് സേ ഞാൻ 5 മീറ്റർ ഉള്ള ഒരു വയറാണ് എടുക്കുന്നത്. ഓക്കെ, സോ 5 മീറ്റർ ഉള്ള വയറിൽ ഞാൻ 10 കൂളം ചാർജ് കൊടുത്തു. ഓക്കെ, അപ്പൊ Q അവിടെ 10 ആയി, ലെങ്ത് 5 ആണ്. ഓക്കെ, സോ ഈ 10 കൂളം ചാർജ് ഈക്വൽ ആയി ഈ 5 മീറ്ററിൽ പടർന്നിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ മീറ്ററിലും എത്രയായിരിക്കും? 10/5 which is 2 കൂളം. ഓക്കെ, സോ ഓരോ മീറ്ററിലും എത്ര ചാർജ് നിൽക്കുന്നു അതാണ് ഈ ലാംഡ. ഓക്കെ, സോ ടോട്ടൽ ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ മീറ്ററിൽ എത്ര ചാർജ് നിൽക്കുന്നു ഇൻറ്റു ആ ടോട്ടൽ ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Q എന്നുള്ളത് കിട്ടും. എന്ന് പറഞ്ഞാൽ ഓരോ മീറ്ററിനും നമുക്കറിയാം, ഇപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ലാംഡ എന്നുള്ളത് ചാർജ് 10 ആയിരുന്നു, ലെങ്ത് 5 മീറ്റർ ആയിരുന്നു, 10 കൂളം വരുന്നു ചാർജ്. സോ അത് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ മീറ്ററിലും ലാംഡ എന്ന് പറയുന്നത് 2 കൂളം പെർ മീറ്റർ ആണ്
അല്ലെ? ഓരോ മീറ്ററിലും 2 കൂളം വീതം വീതിച്ച് കിടക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തിരിച്ച് ചെയ്താൽ മതി. ഈ ലാംഡ എടുക്കുക 2 ഇൻറ്റു ലെങ്ത് എടുക്കുക 5, 2 into 5 is 10, അങ്ങനെ 10 കിട്ടി. മനസ്സിലായോ? അപ്പൊ ക്യൂ എന്ന് പറഞ്ഞത് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ആവും. ഓരോ മീറ്ററിലും എത്ര ചാർജ് ഉണ്ട് അതാണ് ലാംഡ ഇൻറ്റു ലെങ്ത് ചെയ്താൽ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടും. ആ ലാംഡയെ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ദി അമൗണ്ട് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് പെർ ലെങ്ത് ഓഫ് എൻ വൺ ഡയമെൻഷണൽ ഒബ്ജക്ട്. വൺ ഡയമെൻഷണൽ ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൽ പെർ ലെങ്ത് ഓരോ യൂണിറ്റ് ലെങ്ത്തിന് എത്ര ചാർജ് ഉണ്ടാവും എന്ന് പറയുന്നതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. വീണ്ടും ഓർക്കുക, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതി കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ടിയിരിക്കുന്നു. ആദ്യം അതിന്റെ ഡെഫിനിഷൻ. സോ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി അമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് per length of the one dimensional object, that is called linear charge density. ഈ ഡെഫിനിഷൻ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ കേട്ട് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതേപോലെ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ ഇതേപോലെ എഴുതണം. കാണാതെ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മനസ്സിലാക്കി പഠിക്കുക. ഓരോ ലെങ്തിലും എത്ര ചാർജ് കിടക്കുന്നു എന്നുള്ളതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. നെക്സ്റ്റ് എക്സ്പ്രഷൻ പറയണം. എക്സ്പ്രഷൻ നമുക്കറിയാം Q equal to lambda L. അപ്പൊ ഞാൻ ലാംഡ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി Q by L. ഓക്കെ, സോ ലാംഡ ഇസ് ഓൾവേസ് ചാർജ് ബൈ ലെങ്ത്. 10 മീറ്റർ നീളമുള്ള വയറുണ്ട്, 10 കൂളം ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 divided by 10 ആയിരിക്കും അവിടുത്തെ ലാംഡ, വിച്ച് ഇസ് 1 കൂളം പെർ മീറ്റർ. അപ്പോ ആ 1 എന്ന് പറയാതെ ഞാൻ 1 കൂളം പെർ മീറ്റർ എന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സോ ഡെഫിനേഷൻ പറഞ്ഞു, എക്സ്പ്രഷൻ പറഞ്ഞു. നെക്സ്റ്റ് യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ്പ്രഷൻ നോക്കിയാൽ തന്നെ അറിയാം. ക്യൂവിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കൂളം ആണ്. ചാർജ് ഇസ് ഓൾവേസ് കൂളം ബൈ ലെങ്ത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മീറ്റർ ആണ്. സോ യൂണിറ്റ് ഇസ് കൂളം പെർ മീറ്റർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് ഇസ് കൂളം പെർ മീറ്റർ. സോ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഡയമെൻഷൻ പറയണം. സോ ചാർജിന്റെ ഡയമെൻഷൻ AT, ലെങ്ത്തിന്റെ ഡയമെൻഷൻ L. ഓക്കെ, സോ AT L raised to -1 അല്ലെങ്കിൽ L raised to -1 into AT അതായിരിക്കും അതിന്റെ ഡയമെൻഷൻ. ഞാൻ എഴുതിയിടാം, L raised to -1 into AT. ഇതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. ഓക്കെ, ഫൈനലി ഇത് സ്കേലാർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാണ്? നമ്മളൊരു സ്കേലാർ ക്വാണ്ടിറ്റീനെ, ചാർജ് എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ലെങ്ത് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീനെ സ്കേലാർ ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ദാറ്റ് ഇസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആൻഡ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലെങ്ത് വെച്ച് പറയും. ഓക്കെ, അടുത്ത് ഞാൻ എടുക്കുവാണ്, ഒരു സർഫസ് എടുക്കുവാണ്. ഈ ബോർഡിൽ ഞാൻ കുറച്ച് ചാർജ് കൊടുക്കും. ഈ ബോർഡിന് 2 ഡയമെൻഷൻ ഉണ്ട് അല്ലെ? ഇതൊരു ഏരിയ ആണ്, ഒരു സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് 2 ഡയമെൻഷൻ ഉണ്ട്. ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട് അല്ലെ? സോ 2 ഡയമെൻഷനുള്ള ഓബ്ജക്ട്സിനെ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ക്യൂ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ലെറ്റ്സ് ഈ ഏരിയ 10 മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ഓക്കെ, ഏരിയയുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആയി. ഓക്കെ, അപ്പോൾ 10 മീറ്റർ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഞാൻ 10 കൂളം ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മീറ്റർ സ്ക്വയർ എടുത്ത് നോക്കുമ്പോഴും അവിടെ 1 കൂളം ഉണ്ടാവും. ഓക്കെ, സോ ക്യൂ ചാർജ് ഒരു ഏരിയ ഉള്ള സർഫസിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലാംഡയാണ് അവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ അത് പടർന്നു കിടക്കും. സോ ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി വേർ ദാറ്റ് ലാംഡ ദാറ്റ് സിഗ്മ, സോ സോറി സിഗ്മ, ലാംഡ അല്ല സിഗ്മയാണ്. സോ വേർ ദാറ്റ് സിഗ്മ ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, സോ അഗൈൻ ഇവിടെ എഴുതുമ്പോൾ എനിക്ക് സിഗ്മ എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ അല്ലെ? സോ ഓരോ ഏരിയയിലും ഓരോ യൂണിറ്റ് ഏരിയയിലും എത്ര ചാർജ് നിൽക്കുന്നു എന്നുള്ളതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അഗൈൻ യൂണിറ്റ് പറയുമ്പോഴത്തേക്കും ഇവിടെ കൂളം പെർ മീറ്റർ ആയിരുന്നു, ഇവിടെ വരുമ്പോൾ കൂളം പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും, കാരണം ചാർജ് ബൈ ഏരിയ ആണ്. ഓക്കെ, അതേപോലെ ഡയമെൻഷനും L raised to -1 ആയിരുന്നു, ഇവിടെ L raised to -2 AT ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഒബ്വിയസ്ലി വോളിയം ഡിസ്ട്രിബ്യൂഷൻ. സോ വോളിയം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ ഈ ഡസ്റ്റർ ആണ്. ഈ ഡസ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്ട് ആണ്. ഇതിനൊരു ഹൈറ്റ് ഉണ്ട്, ഒരു ലെങ്ത് ഉണ്ട്, ഒരു വിഡ്ത്ത് ഉണ്ട് അല്ലെ? അപ്പൊ 3 ഡയമെൻഷണൽ ഒബ്ജക്ട്. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും അടിഞ്ഞു കൂടത്തില്ല, ഇതിൽ മൊത്തം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. അതിനെയാണ് നമ്മൾ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഈ വോളിയം ഉള്ള ഒരു ഒബ്ജക്റ്റിൽ ക്യൂ ചാർജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ള ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആയിരിക്കും. ഓക്കെ, റോ ഈസ് ഈക്വൽ ടു Q divided by volume, where rho is called the volume charge density. So
വോളിയം ചാർജ് ഡെൻസിറ്റി എന്താണെന്ന് ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വോളിയം ചാർജ് ഡെൻസിറ്റി റെപ്രസെന്റ്സ് ദി amount of charge per unit volume of the object. Okay, then അതിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൂളം പെർ മീറ്റർ ക്യൂബ് അല്ലെ. ക്യൂവിൻ്റെത് കൂളം ആണ്, വിൻ്റെത് മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് എഴുതാതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. സെയിം വേ ഡയമെൻഷൻ പറയുമ്പോൾ L⁻⁻1 ആയിരുന്നു, ഇവിടെ L⁻², ആയിരുന്നു. ഒബ്വിയസ്ലി വോളിയം ആകുമ്പോൾ L⁻³ AT ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെ ചാർജ് പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ് നോക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇത് പറഞ്ഞായിരുന്നു. സെഷൻ നമ്പർ 3 കാണാത്തവർ വീണ്ടും ഡിസ്ക്രിപ്ഷനിൽ പോയി ആ സെഷൻ കണ്ടിട്ട് ഈ സെഷൻ കാണുക. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് എത്ര ഫോഴ്സ് അനുഭവപ്പെടുന്നു അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണ് അല്ലെ. ഒരു ചാർജ് ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും അതിന് ചുറ്റും എപ്പോഴും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ശരിയാണ്, ഞാൻ ഇവിടെ ഒരു ചാർജ് എടുത്ത് വെച്ചു, ഇതിൽ കുറച്ച് ചാർജ് കൊടുത്തു. സോ ഇതിന് ചുറ്റും, അപ്പൊ ഇതിനെ പോയിന്റ് ചാർജ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും എപ്പോഴും ഇതിന്റെ എഫക്ട് ഉണ്ടാവും. ഇതിനടുത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്ട്, ചാർജ് ഒബ്ജക്ട്, വേറൊരു ചാർജ് ഒബ്ജക്ട്സ് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ, അത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അട്രാക്ട് ചെയ്യും, അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ചാർജസ് റിപ്പൽ, അപ്പൊ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവന് ചുറ്റും എപ്പോഴും, ഇവന് ചുറ്റുമുള്ള വോളിയത്തിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ എഫക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഞാൻ ഇവിടെ ഒരു ചാർജ് വെക്കണം. ലെറ്റ്സ് സേ ഒരു ക്യൂ ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ വെക്കണം. ഓക്കെ, എന്നിട്ട് അതിന് തൊട്ടടുത്ത് ഞാൻ വേറെ ഒരു ചാർജ് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുത്തന്റെ ഒരു ചാർജ് ഇവിടെ ഇരിക്കുവാണ്, അവന്റെ അടുത്ത് വേറെ ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവൻ അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ അവൻ റിപ്പൽ ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സേ രണ്ടും പോസിറ്റീവ് ആണെന്ന് വെക്കാം. ഓക്കെ, അപ്പോ ഇവൻ പിടിച്ച് നീക്കാൻ ശ്രമിക്കും. ശരിയാണോ? എങ്ങോട്ടാ നീക്കാൻ ശ്രമിക്കുന്നു? അങ്ങോട്ടായിരിക്കും, ദൂരെ പോ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ട് നീക്കാൻ ശ്രമിക്കും, അങ്ങനെ അവൻ അങ്ങോട്ട് നീങ്ങിപ്പോകുന്നു. ഓക്കെ, ആ നീങ്ങിപ്പോകുന്ന പാത്തിനെ ഞാൻ ട്രേസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ചാർജ് വെച്ചു, ഇവൻ കുറച്ചു ദൂരം നീങ്ങിപ്പോയി, ഇവിടെ എത്തി. ഈ പാത്തിനെ ഞാൻ ട്രേസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ കിട്ടി? എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഈ ലൈനിനെ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയും. സിമിലർലി ഞാൻ ഇപ്പുറത്തൊരു ചാർജ് വെക്കണം, ഒരു Q0 പോസിറ്റീവ് ചാർജ് ആണ്, ഇതും പോസിറ്റീവ് ചാർജ് ആണ്, രണ്ടും റിപ്പൽ ചെയ്യും. അപ്പോ അവൻ അങ്ങോട്ട് പിടിച്ച് നീക്കും, ഞാൻ ആ പാത്തിനെ ട്രേസ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇവിടെ ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. Okay, so electric field line എന്താണ്? Imaginary line or imaginary path along which an isolated positive unit test charge will move. Okay, ഒരു ഐസൊലേറ്റഡ് ആയി വേറെ എഫക്റ്റ് ഒന്നും ഇല്ലാതെ വെറുതെ ഒരു ടെസ്റ്റ് ചാർജ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചാർജിൽ എടുത്ത് ഒരു ടെസ്റ്റ് ചാർജ് ഞാൻ എടുത്തു വെക്കുന്നു. സോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെ മൂവ് ചെയ്യുമോ ആ പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡെഫിനിഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ളതാണ്. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ പോസിറ്റീവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, പോസിറ്റീവ് നോക്കിയേ, അവനിൽ നിന്നും പുറത്തോട്ട് ഇങ്ങനെ ഒരു സൂര്യ വെളിച്ചം പോലെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് അല്ലെ. സോ അത് ഓർത്താൽ മതി. എപ്പോഴും പോസിറ്റീവ് ചാർജിന്, ഞാനൊരു പോസിറ്റീവ് ചാർജിനെ വരച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ വരയ്ക്കുവാണ്, ഒരു ക്യൂ ചാർജിനെ വരയ്ക്കുവാണ്. ഓക്കെ, ഇവൻ പോസിറ്റീവ് ആണെങ്കിൽ ഇവനിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും റേഡിയൽ ആൻഡ് ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, റേഡിയൽ ആയിരിക്കും, പുറത്തോട്ടായിരിക്കും. ശരിയാണോ? കാരണം എന്താ, നമ്മൾ വെക്കുന്ന പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആണ്. അപ്പൊ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അങ്ങോട്ടേ നീങ്ങത്തുള്ളൂ, എവനിൽ നിന്നും ദൂരെ പോകത്തേ ഉള്ളൂ. ഓക്കെ, ആ പാത്തിനെയാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്. അപ്പൊ ലൈൻസ് എല്ലാം പുറത്തോട്ടായിരിക്കും പോകുന്നത്. അവൻ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ നീക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് റേഡിയൽ ആൻഡ് ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് സേ ഒരു നെഗറ്റീവ് ചാർജ് ഞാൻ വെക്കുവാണ്. ഓക്കെ, ഇവിടെ പ്ലസ് ക്യൂ വെക്കുന്നതിന് പകരം ഞാൻ മൈനസ് ക്യൂ വെച്ചു. ഓക്കെ, ഇപ്പോ ഇതിന്റെ തൊട്ടടുത്ത്
ഞാൻ വേറൊരു ചാർജിനെ വെക്കുവാണ്. ലെറ്റ്സ് സേ ഇവൻ പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, കാരണം എന്താ, നമ്മൾ എപ്പോഴും ഐസൊലേറ്റഡ് പോസിറ്റീവ് യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആണ് വെക്കുന്നത്. ഓക്കെ ഫൈൻ. സോ ഇവൻ പോസിറ്റീവായി ഇവൻ നെഗറ്റീവായി. അൺലൈക്ക് ചാർജസ് ഓൾവേസ് അട്രാക്ട് ഈച്ച് അതർ. മാഗ്നറ്റ് ഓർത്താൽ മതി, ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോളും ആണെങ്കിൽ അട്രാക്ട് ആയിരിക്കും ചെയ്യുന്നത്. രണ്ടും നോർത്ത് പോൾ ആണെങ്കിൽ റിപ്പൽ ആയിരിക്കും ചെയ്യുന്നത്. അതേപോലെ ചാർജസിനും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവൻ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവനെ പിടിച്ച് വലിക്കും, ഇങ്ങോട്ട് പടാം എന്നായിരിക്കും പറയുന്നത് അല്ലെ. അപ്പോ ഇങ്ങോട്ട് വലിച്ചു, ഈ പാത്തിനെ ഞാൻ ട്രേസ് ചെയ്യുവാണ്. അതേപോലെ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, വീണ്ടും പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ്, അങ്ങോട്ട് പിടിച്ച് വലിക്കും ഓബ്വിയസ്ലി. ഓക്കെ, ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു. ഓക്കെ, സോ ഒരു നെഗറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ചാർജിൽ എപ്പോഴും ഫീൽഡ് ലൈൻസ് നോക്കുമ്പോൾ റേഡിയൽ ആൻഡ് ഇൻവേർഡ് ആയിരിക്കും. ഒരു സൂര്യനെ തിരിച്ചു വരച്ച പോലെ. നേരത്തെ പോസിറ്റീവ് ചാർജ് ചെയ്തപ്പോൾ സൂര്യൻ വരച്ചിട്ട് പുറത്തോട്ട് ആരോ വിട്ടു, ഇതും സൂര്യൻ വരച്ചിട്ട് പുറത്തോട്ട് തന്നെയാണ് ലൈൻസ് വരയ്ക്കുന്നത്, പക്ഷെ ആരോ അല്ല, അകത്തോട്ടായിരിക്കും. ശരിയാണോ? കാരണം എന്താ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ആണ് നെഗറ്റീവ് ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർക്കുക, പോസിറ്റീവ് ചാർജിൽ നിന്നും ഈ ലൈൻസ് പുറത്തോട്ടായിരിക്കും പോകുന്നത്, റേഡിയൽ ആൻഡ് ഔട്ട്വേർഡ്. നെഗറ്റീവ് ചാർജിൽ റേഡിയൽ ആൻഡ് ഇൻവേർഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം ഡെഫിനിഷൻ നോക്കുക. ഇമാജിനറി, ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമാജിനറി പാർട്ട് along with an isolated unit test positive charge will move. That is called electric field line. Okay, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് വളരെ. ഫസ്റ്റ് വൺ ഞാൻ പറയുവാണ്, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ വെച്ചു. ഓക്കെ, അപ്പോ കുറച്ച് ദൂരെ വെക്കണം, കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇത്തിരി ദൂരെ ഒരു പോസിറ്റീവ് ചാർജിനെ വെച്ചു. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് ചാർജിനെ വെച്ചപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് കയറിയിട്ട് വലിക്കുന്ന പോലെ വലിച്ചു. ശരിയാണ്? അപ്പൊ വലിക്കുമ്പോ ഇവൻ ഇങ്ങനെ നീങ്ങി വരും. ഇവിടെ നിന്നവൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഇവിടെ വരുമോ? ഒരിക്കലും വരത്തില്ല അല്ലെ. അവിടെ നിന്നും പതുക്കെ നീങ്ങിയേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പാത്ത് ട്രേസ് ചെയ്യുമ്പോൾ ആ പാത്ത് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ശരിയാണോ? കാരണം എന്താ, ഒരുത്തൻ അവിടെ ഉണ്ട്, അവനെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് നെഗറ്റീവ് ചാർജ് പറയുവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ പതുക്കെ നീങ്ങിയേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇവിടെ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി ഇവിടെ എത്തത്തില്ല. ഓക്കെ, അപ്പോ ഈ ലൈൻസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ലെറ്റ്സ് സേ ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ പറയുവാണ്, ഇതേപോലെ ഒരു പ്ലസ് ക്യൂ ഇവിടെ വെക്കുവാണ്. അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ എപ്പോഴും ഫീൽഡ് പുറത്തോട്ടായിരിക്കും. ശരിയാണോ? ഫീൽഡ് ലൈൻ പുറത്തോട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഫീൽഡ് ലൈൻ പുറത്തോട്ടാകുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് വെക്കുവാണ്. അപ്പൊ അവന് അങ്ങോട്ട് പിടിച്ച് ഈ ദൂരെ പോടാ എന്നായിരിക്കും പറയുന്നത്. അപ്പോ ഇവൻ പതുക്കെ നീങ്ങിയേ ഇങ്ങോട്ട് പോകത്തുള്ളൂ. ശരിയാണോ? അല്ലാതെ പെട്ടെന്ന് ഇവിടെ ഉള്ളവൻ അപ്രത്യക്ഷമായി അവിടെ എത്തത്തില്ല. ഓക്കെ, അപ്പോ എപ്പോഴും ഇതൊരു കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. ഓക്കെ, വിട്ടുമാറാത്ത അല്ലെങ്കിൽ വിടവില്ലാത്ത കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് വിത്ത് നോ ബ്രേക്സ്. ഓക്കെ, ഇടയ്ക്ക് വെട്ടലും പൊട്ടലും ഒന്നും ഇല്ലാത്ത ഒരു കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. എന്തുകൊണ്ടാ? പോസിറ്റീവ് ചാർജ് ആകുമ്പോഴത്തേക്കും ഒരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ അവൻ ദൂരെ പോകുന്നു പറയും. അപ്പോൾ റേഡിയൽ ആൻഡ് ഔട്ട്വേർഡ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പുറത്തോട്ട് പോകും. അതായത് ഇത് നെഗറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ച് ഇങ്ങോട്ട് പാടാന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻവേർഡ് ആയിരിക്കും. ഇൻവേർഡ് ആയി വന്ന് തീരുന്നത് ഈ ചാർജിലായിരിക്കും. സോ ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് എ നെഗറ്റീവ് ചാർജ്. ഇനി ഈ ഫീൽഡ് ലൈൻസ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഫീൽഡ് ലൈൻസ് ചിലപ്പോൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകും. ഓക്കെ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഒരു മാഗ്നറ്റ് എടുത്ത് വേറൊരു മാഗ്നറ്റ് അടുത്ത് വെക്കുമ്പോൾ ആ മാഗ്നറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് മറ്റേ മാഗ്നറ്റിന് കൂടെ അല്ല ചേരുന്നത്. ഇത് രണ്ട് മാഗ്നറ്റ്സ് ആണെന്ന് വെച്ചോളൂ. ഇത് വലിയ മാഗ്നറ്റ്, ഇത് ചെറിയ മാഗ്നറ്റ്. ഞാൻ ഇതിനടുത്ത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇങ്ങനെ കളഞ്ഞോ തിരിഞ്ഞോ എന്തെങ്കിലും ആയിരിക്കും വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫീൽഡ് ലൈൻസ് ഒന്നും ഒരിക്കലും സ്ട്രെയിറ്റ് ആവണം എന്നില്ല. ഓക്കെ, ഇങ്ങനെ കറങ്ങിയിരിക്കുവാണ് എന്ന് വെക്കാം. ഓക്കെ, ഇതൊരു ഫീൽഡ് ലൈനാണ്, ഇങ്ങനെയും ആവാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ഫീൽഡ് ലൈൻ, ഈ ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോളാം. ഓക്കെ, ഓരോ പോയിന്റിലും ഡയറക്ഷൻ മാറുവാണ്, അതുകൊണ്ടാണ് കേർവ് ആവുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഒരു ഡയറക്ഷനേ ഉള്ളൂ, ഈ ഡയറക്ഷൻ എനിക്ക് അങ്ങനെ പറയാം. പക്ഷെ കേർവ്ഡ് ലൈനിന്റെ ഡയറക്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിലും
ഡയറക്ഷൻ വേറെ വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ഡയറക്ഷൻ മാറി 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 പോകുന്നത്. ശരിയാണോ? അപ്പോ ഏതൊരു പോയിന്റിലും എനിക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എടുത്തിട്ട് അവിടെ ഉള്ള ടാൻജന്റ് വരച്ചാൽ മതി. ഓക്കെ, സോ ഈ പോയിന്റ് ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്ന് വെക്കാം. ഓക്കെ, അപ്പോ അവൻ ഉത്ഭവിച്ച് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലെ ഡയറക്ഷൻ എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ആ പോയിന്റിൽ ഈ ഫീൽഡ് ലൈൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ പോയിന്റിലെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, സോ ടാൻജന്റ് ഡ്രോൺ at any point gives the direction of the field at that point. ഏതൊരു പോയിന്റിലാണോ നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത്, ആ ടാൻജന്റ് എന്ന് പറയുന്നത് ആ പോയിന്റിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതൊരു ഫീൽഡ് ലൈൻ, ഇതൊരു ഫീൽഡ് ലൈൻ. ഇങ്ങനെ വരച്ചു എന്ന് വിചാരിച്ചോളാം. ഓക്കെ, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഒരു പോയിന്റ് എടുത്തോളാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഏത് പോയിന്റിലെയും ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരയ്ക്കുകയാണ്, ഈ ഇന്റർസെക്ഷൻ പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഈ ആദ്യത്തെ കർവ് A1 കർവ്, A2 കർവ് എന്ന് ഞാൻ പറയുകയാണ്. ഇത് രണ്ടാമത്തെ കർവ്. ഓക്കെ, ആദ്യത്തെ കർവിന് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ടാൻജന്റ് ഇങ്ങനെ പോകും. രണ്ടാമത്തെ കർവിന് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ടാൻജന്റ് ഇങ്ങനെ പോകും. അപ്പൊ അവിടെ ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ആയി മാറും. ശരിയാണോ? ഓക്കെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഓക്കെ, എപ്പോഴും ഒരു വെക്ടറിന് ഒരൊറ്റ ഡയറക്ഷനേ ഉണ്ടാകത്തുള്ളൂ ഒരു പോയിന്റ്. ഓക്കെ, ഏതൊരു അറ്റ് എ ഗിവൺ പോയിന്റ് ഒരു വെക്ടറിന് എപ്പോഴും ഒരൊറ്റ ഡയറക്ഷനേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരിക്കലും ഈ രണ്ട് ഫീൽഡ് ലൈൻ തമ്മിൽ ഇങ്ങനെ ക്രോസ് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പോ ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. നിങ്ങളുടെ എക്സാമിന് ഇത് പല രീതിക്ക് വരാം. ലെറ്റ്സ് സേ ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകുന്നു, ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകും. ഓക്കെ, ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക, ഇങ്ങനെ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്നിൽ കൂടുതൽ ഡയറക്ഷൻ വരും. അത് കാരണം ഇത് രണ്ടും ക്രോസ് ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്ന ഒരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. ഓക്കെ, അങ്ങനെ സ്പെസിഫിക്കായി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. രണ്ട് പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ, ഇവിടെ വേറെ ഒരു പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ. രണ്ടിനെ ഞാൻ അടുത്ത് വന്ന് വെക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് പോസിറ്റീവ് ചാർജിൽ നിന്നും റേഡിയൽ ആൻഡ് ഔട്ട്വേർഡ് ഇങ്ങനെ സൂര്യനെ പോലെ പോകുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് സൂര്യനെ പോലെ പോകും, ഇങ്ങനെ പോയി എല്ലാം പുറത്തോട്ടാണ്. ഓക്കെ, ഏവനും ഇപ്പുറത്തും പോവും, ഏവനും ഇങ്ങനെ പോവും. ഓക്കെ, എല്ലാം വീണ്ടും പുറത്തോട്ടാണ്. ഇനി നോക്കാം, ഇത് രണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മുട്ടും. ആണോ? പക്ഷെ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്തുവാ? നെവർ ക്രോസ് ഈച്ച് അതർ. അപ്പൊ ഇതെന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസസിൽ സംഭവിക്കുന്നത് അതായത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകും. അവനെ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. മനസ്സിലായോ? പുറത്തോട്ട് തന്നെയായിരിക്കും പോകുന്നത്, പക്ഷെ രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. ഓക്കെ, അപ്പൊ രണ്ട് പോസിറ്റീവ് ചാർജ് തന്നിട്ട് അവ തമ്മിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ഇരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി പോകും, ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു കണ്ടക്ടർ തരുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഒരു കണ്ടക്ടർ തരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണ്, ഒരു കോപ്പർ എടുക്കുകയാണ്, ഒരു കോപ്പർ വയർ എടുക്കുകയാണ്. ഈ കോപ്പർ വയർ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കയറി പോവാണെന്ന് വെക്കാം. ഓക്കെ, ഏത് സർഫസിൽ കൂടെ വേണോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ കയറി പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡിന്റെ അകത്തുകൂടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കയറി ഇറങ്ങി പോകും. അതേപോലെ ഞാൻ ഇവിടെ ഒരു ചാർജ് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സർഫസിൽ കൂടെ, ഈ കണ്ടക്ടറിന്റെ സർഫസിൽ കൂടെ ഈ ഫീൽഡ് കയറി ഇറങ്ങി പോകും. അങ്ങനെ കയറി ഇറങ്ങി പോകുമ്പോൾ അത് എപ്പോഴും നോർമൽ ടു ദ സർഫസ് ആയിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ഓക്കെ, എവിടെയാണോ കയറി പോകുന്നത് ആ കയറി പോകുന്ന സ്ഥലത്ത് 90 ഡിഗ്രി ആയിരിക്കും ആ ഫീൽഡിന്റെ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് നോർമൽ ടു ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, രണ്ട് പാരലൽ
ലൈൻ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഫീൽഡ് ലൈൻസ് എപ്പോഴൊക്കെയാണോ ഇതൊന്നും പാരലൽ അല്ല. ഓക്കെ, അതേപോലെ ഇവിടെ വരച്ച ഒന്നും പാരലൽ അല്ല. ഓക്കെ, എവിടേക്കാണോ ഫീൽഡ് ലൈൻ പാരലൽ ആവുന്നത് അതിനെ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കും. ഓക്കെ, സോ എവിടേക്കാണോ ഫീൽഡ് ലൈൻസ് തമ്മിൽ പാരലായി ഇങ്ങനെ കറക്റ്റ് പാരലായി പോകുന്നത് അങ്ങനെയുള്ള ഫീൽഡിനെ നമ്മൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പല രീതിയിൽ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഒരു ചാർജ് വന്നിട്ട്, ഓക്കെ, പോസിറ്റീവ് ചാർജ് ആണ്, ഇതൊരു ഓപ്ഷൻ ആയിരിക്കും. രണ്ടാമത് ഇതൊരു ഓപ്ഷൻ ആയിരിക്കും. ചൂസ് വിച്ച് ഇസ് ദ കറക്റ്റ് വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. കാരണം പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് ചാർജിന്റെ അകത്തോട്ടല്ല ഫീൽഡ് ലൈൻസ് വരുന്നത്, പകരം പോസിറ്റീവ് ചാർജിൽ നിന്നും വെളിയിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി വൺ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. ഏഴാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഓക്കെ, ഞാൻ ഇവിടെ എഴുതുവാണ്. സോ ആറാമത്തെ പ്രോപ്പർട്ടി, ഏഴാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് never form closed loops. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും, ഒരു പോസിറ്റീവ് ചാർജ് വന്നിട്ട് ഇങ്ങനെ. ഇത് ശരിയായ ഓപ്ഷൻ അല്ല. കാരണം ഇവിടെ ഫീൽഡ് ലൈൻസ് ലൂപ്പ് ഉണ്ടാക്കുവാണ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങി എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് തീരുന്നു, അല്ലെ? ഇത് കറങ്ങി എവിടെ തുടങ്ങുന്നു അവിടെ തന്നെ വന്ന് തീരും. ഓക്കെ, അങ്ങനെ ക്ലോസ്ഡ് ലൂപ്പായി ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകത്തില്ല. അപ്പൊ 7 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ 7 പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കുക. എവിടെയെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടോ? ഇല്ല, അപ്പൊ കുഴപ്പമില്ല. അതേപോലെ ഡസ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജിൽ തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ആവുന്നുണ്ടോ അത് നോക്കാം. ഒന്നിൽ കൂടുതൽ ക്രോസിംഗ് ആവുന്നുണ്ടോ, അതായത് ഒന്നിൽ കൂടുതൽ ഡയറക്ഷൻ കിട്ടുമോ ഒരു പോയിന്റ് എന്നുള്ളത് നോക്കാം. എവിടെയെങ്കിലും കണ്ടക്ടർ ഉണ്ടെങ്കിൽ കണ്ടക്ടറിന് നോർമൽ ആയിട്ടാണോ പോകുന്നത്, ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നോക്കിയിട്ട് എല്ലാം ട്രൂ ആയി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫോളോ ചെയ്യുന്ന ഓപ്ഷൻസ് മാത്രമായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സാമ്പിൾ. ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഫീൽഡ് ലൈൻസും ഫീൽഡും തമ്മിലുള്ള ബന്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തോട്ട് പോവാണ്. ഓക്കെ, ഞാൻ കുറച്ച് ഇപ്പുറത്തുള്ളത് മാത്രമേ വരച്ചിട്ടുള്ളൂ, ഇങ്ങോട്ടുള്ള ലൈൻസ് ഞാൻ വരയ്ക്കുന്നില്ല, അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചോളാം. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഓൾസോ എക്സിസ്റ്റ് ദാറ്റ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ പറയുവാണ്, ഞാനൊരു സർഫസ് എടുക്കുവാണ്. ലെറ്റ്സ് സേ ഈ ഒരു സർഫസ്. ഓക്കെ, സർഫസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഏരിയ. ഓക്കെ, ഒരു പേപ്പർ കഷ്ണം ഞാൻ എടുക്കുവാണ്. ആ പേപ്പർ കഷ്ണത്തിന് ഞാൻ ഇവിടെ ആദ്യം കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഒരു ഏരിയ ആണ്. ഓക്കെ, ആ പേപ്പർ കഷ്ണത്തിനെ ആദ്യം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് രണ്ടാമത് ആ പേപ്പർ കഷ്ണത്തിന് ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി, സെയിം പേപ്പർ കഷ്ണം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, സോ ആദ്യം ഇവിടെ പേപ്പർ കഷ്ണം കൊണ്ടുവച്ചു, പിന്നെ അത് നീക്കി ആ സെയിം പേപ്പർ കഷ്ണത്തിനെ ഇവിടെ വെച്ചു. ഇപ്പൊ ശ്രദ്ധിക്കുക, ഈ ഏരിയയിൽ കൂടെ ഈ കാണിച്ചിരിക്കുന്ന ഈ പേപ്പർ ആണല്ലോ, ഈ പേപ്പറിന്റെ ഇത്രയും ഏരിയയിൽ കൂടെ ആദ്യം 5 ലൈൻസ് പാസ് ആവുന്നുണ്ടായിരുന്നു. 1 2 3 4 5 5 ഫീൽഡ് ലൈൻസ് ഈ ഏരിയയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അതേ ഏരിയനെ ഞാൻ ദൂരെ കൊണ്ടുപോയപ്പോൾ, കുറച്ച് ദൂരം അങ്ങോട്ട് നീക്കിയപ്പോൾ 5 മാറി ഇപ്പൊ 3 ഫീൽഡ് ലൈൻസേ കയറുന്നുള്ളൂ. 1 2 3. ശരിയാണോ? അപ്പൊ ആദ്യം ആ സെയിം സർഫസിൽ ആ സർഫസ് അടുത്തായിരുന്നപ്പോൾ 5 ഫീൽഡ് ലൈൻസ് ഉണ്ടായിരുന്നു. 5 ഫീൽഡ് ലൈൻസ് അതിൽ കൂടെ കയറി പോകുമായിരുന്നു. ഓക്കെ, ആ സെയിം പേപ്പർ കഷ്ണത്തിനെ ഞാൻ ദൂരെ നീക്കിയപ്പോൾ അതിൽ 3 ഫീൽഡ് ലൈൻസായി കൂടുന്നുണ്ട്. ഇനി ആലോചിച്ച് നോക്കുക, ഈ പോയിന്റിലാണോ
ഞാൻ ഈ 3 എന്ന് പറഞ്ഞ ലൈൻ എടുക്കുവാണ്. ഓക്കെ, ഈ പോയിന്റിലാണോ കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ അറിഞ്ഞിടാത്തവർ വീണ്ടും തേർഡ് സെഷൻ പോയി കാണുക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് K ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ R² ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ എക്സ്പ്രഷൻസ് എല്ലാം. ഫോഴ്സ് F ഈക്വൽ ടു K Q1 Q2 ഡിവൈഡഡ് ബൈ R². അതേപോലെ E എന്ന് പറയുന്നത് K Q1 ഡിവൈഡഡ് ബൈ R². ഇതൊക്കെ നിങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ പറയുമ്പോഴും മൈൻഡിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഈ എക്സ്പ്രഷൻസ് എല്ലാം കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പകുതി ജോലിയായി. ഓക്കെ, അപ്പോ K Q1 ഡിവൈഡ് ബൈ R². അപ്പൊ ഈ R² ശ്രദ്ധിക്കുക. R² എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഈ ചാർജിൽ നിന്നും, ചാർജിന്റെ സെന്ററിൽ നിന്നും എത്ര ദൂരം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഇത്രയും ഡിസ്റ്റൻസ് ആയിരുന്നു അല്ലെ, ഇതായിരുന്നു ആദ്യത്തെ ഡിസ്റ്റൻസ്. ഞാൻ R1 എന്ന് എടുക്കുവാണ്. രണ്ടാമത് കുറച്ചുകൂടെ ദൂരം കൂടി, വലിയ ഡിസ്റ്റൻസ് ആയി. ഇത് R2 എന്ന് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ R2 എന്ന് പറയുന്നത് R1-നെക്കാട്ടിലും കൂടുതലാണ് അല്ലെ. അപ്പൊ R2 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ഡിനോമിനേറ്റർ കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും. അതായത് ഞാൻ ഈ പേപ്പറിനെ ദൂരെ കൊണ്ടുപോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരുവാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം. ആദ്യം 5 ഫീൽഡ് ലൈൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ 3 ഫീൽഡ് ലൈനെ കയറി പോകുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്തുവാ? എത്രയാണോ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നു അത്രയും കൂടുതൽ ലൈൻസ് ആ സർഫസിൽ കൂടെ കയറി പോകും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് 2 സർഫസ് തരുന്നു. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനെ വരാം. സോ മോർ ദ നമ്പർ ഓഫ്, ഇതാണ് റൂൾ, മോർ ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഹയർ വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, എത്രത്തോളം ഫീൽഡ് ലൈൻസ് കൂടുതലാകുന്നു അത്രത്തോളം അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 2 സർഫസ് ഇങ്ങനെ തരുവാണ്. ഒന്നിൽ 1 2 3 4 5 5 ഫീൽഡ് ലൈൻസ് കയറി പോകും. രണ്ടാമത്തിൽ 2 ഫീൽഡ് ലൈൻസ് കയറി പോകും. എവിടെയാണ് കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാം. എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. എന്തുകൊണ്ടാ? ഈ ഡിസ്റ്റൻസ് കൂടുന്നുണ്ടാണെന്നുള്ളത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താൽ. ഓക്കെ, സോ എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ കയറി പോകുന്ന ഒരു സർഫസിൽ അത്രത്തോളം അവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാത്ത് ആണ്. ആ ഇമാജിനറി പാത്തിനെ നമ്മൾ ട്രേസ് ചെയ്യുവാണ്. എന്ത് ഇമാജിനറി പാത്താണ്? എപ്പോഴാണോ ഒരു ചാർജിന്റെ അടുത്ത് വേറൊരു ഐസൊലേറ്റഡ് യൂണിറ്റ് ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് വയ്ക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസൊലേറ്റഡ് ആയിരിക്കണം, യൂണിറ്റ് ആയിരിക്കണം, 1 കൂളംബ് ആയിരിക്കണം, ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഇതിന് 7 പ്രോപ്പർട്ടി പഠിച്ചു. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു, ബ്രേക്സ് ഒന്നും കാണത്തില്ല, സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു, ടാൻജന്റ് ഡ്രോൺ അറ്റ് എനി പോയിന്റ് വിൽ ഗിവ് ദി ഡയറക്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഡയറക്ഷൻ കിട്ടാതിരിക്കാൻ വേണ്ടി നോ ഫീൽഡ് ലൈൻസ് വിൽ ക്രോസ് ഈച്ച് അതർ എന്ന് പറഞ്ഞു. പിന്നെ ഒരു സർഫസ്, ഒരു കണ്ടക്ടറുടെ സർഫസിന് എപ്പോഴും നോർമൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പാരലൽ ലൈൻസ് ആയിരിക്കും. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ പിന്നെ വീണ്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ആൻഡ് ദെൻ ഫൈനലി ദേ വിൽ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ആൻഡ് ഒരു തമ്പ് റൂൾ ഞാൻ പറഞ്ഞു തന്നു. എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഒരു സർഫസിൽ കൂടുന്നോ അത്രയും അവിടുത്തെ ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ദം ഇൻ ദ കമന്റ്.